കുണിയ ലോക ചരിത്രത്തിൽ ഇടം നേടും തീർച്ച. കാസർഗോഡേക്ക് ഒഴുകിയെത്തിയ ജനസഞ്ചയത്തെ, വിശിഷ്യ കുണിയയിലേക്കെത്തിയവരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച പ്രിയ നാട്ടുകാർ. വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ട് എന്നല്ല, വീട് മുഴുവൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്ത് ബെഡ്റൂമും ബാത്റൂം സൗകര്യമടക്കം നൽകിയ നിങ്ങളുടെ ആതിഥ്യ മര്യാദ വർണ്ണനങ്ങൾക്കപ്പുറമാണ്. നാഥൻ അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രം. അതോടൊപ്പം ഈ ചരിത്ര മഹാസംഗമത്തിന്റെ വിജയശില്പികൾ, നേതാക്കൾ, സയ്യിദന്മാർ, ഉമറാക്കൾ, പണ്ഡിതന്മാർ, പോലീസ് ഉദ്യോഗസ്ഥർ, മീഡിയ പ്രവർത്തകർ, അങ്ങനെ തുടങ്ങി അനവധി ആളുകൾ, കച്ചവടക്കാർ, നാട്ടുകാർ, എല്ലാറ്റിനുമപ്പുറം ഈ ചരിത്ര മഹാസംഗമത്തിന്റെ വിജയത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അഹോരാത്രം പരിശ്രമിച്ച സമസ്തയുടെ നീലപ്പട്ടാളം, വിഖായ, തൊലബാവിങ്, മീം, സ്വദേശി വളണ്ടിയർമാർ തുടങ്ങി അനേകം സന്നദ്ധ സേവക പ്രവർത്തകർ. അവരാഗ്രഹിച്ചത് ഞായറാഴ്ചയിലെ ഈ ചരിത്ര മഹാസംഗമത്തിന്റെ പ്രാർത്ഥനയിൽ ഒരിടം മാത്രമാണ്. നാഥൻ അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദിവസങ്ങളായി ഈ ക്യാമ്പിന്റെ വിവിധ സെക്ഷനുകൾ നിയന്ത്രിക്കുന്ന ലീഡേഴ്സ്, വർക്കേഴ്സ്, 5-6 ദിവസങ്ങൾ ഒരു കുടുംബമായി ജീവിച്ച പ്രിയപ്പെട്ട ക്യാമ്പ് പ്രതിനിധികൾ, ഒരായുസ്സിൽ ലഭിച്ച ആത്മീയ സുവർണാനുഭൂതിയായി അവർ ആ ദിനങ്ങൾ ആസ്വദിച്ചു. അതേ പൂതി തീരാത്ത സമ്മേളനം, അറഫയെയും മിനയെയും ഓർമ്മിപ്പിക്കുന്ന ക്യാമ്പ് സൈറ്റ്, ഒരുപാട് പുതിയ പുതിയ സൗഹൃദ വലയങ്ങൾ. ഞായറാഴ്ച സുബഹി കഴിഞ്ഞ് ഹിജ്റ 10-ാം വർഷത്തിലെ മുത്തനബിയുടെ അറഫ സംഗമത്തിലെ വിടവാങ്ങൽ പ്രസംഗത്തിന് ഓർമ്മിപ്പിക്കുന്ന കക്കുപ്പടി ഉസ്താദിന്റെ വാക്കുകൾ. വേർപിരിയുന്നതിൻ്റെ വേദന കണ്ണീരായി പെയ്തിറങ്ങി, അത് നമുക്കവിടെ കാണാമായിരുന്നു. ക്യാമ്പ് പ്രതിനിധിയല്ലെങ്കിലും ഹൃദയം അവിടെയായിരുന്നു. ഫാരിസി ലിബാസ് എന്ന ബ്രാൻഡിന് സമ്മേളനത്തിന്റെ ഭാഗമാവാൻ ഈ ക്യാമ്പ് സൈറ്റിൽ ഒരു സ്റ്റാൾ ഒരുക്കാൻ സാധിച്ചതിൽ ഹൃദ്യമായ സന്തോഷമുണ്ട്. ഞങ്ങളെ സ്വീകരിച്ച ഓരോ കസ്റ്റമറോടും നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഫെബ്രുവരി 8-ാം തീയതി ഞായറാഴ്ച കുനിയയിൽ സായം സന്ധ്യയെ സാക്ഷിയാക്കി വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിലെ ആ ജനമഹാസമുദ്രത്തിൽ ഒരു തുള്ളിയായി ചേരാൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം.